തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഉത്തരേന്ത്യക്കാർ മാത്രം ജോലി ചെയ്യുന്ന ഒരു ഓഫീസ്. രാത്രികാലങ്ങളിൽ മാത്രം പ്രവർത്തനം. ജീവനക്കാരുടെ താമസം ഓഫീസിന് തൊട്ടടുത്ത്. അവർക്ക് പ്രത്യേക വാഹന സൗകര്യവും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അവിടെ ഒരു പോലീസ് പരിശോധന നടക്കുന്നു. പിന്നാലെ വെളിവായത് ഒരു ലോൺ കമ്പനിയുടെ കോടികളുടെ തട്ടിപ്പ്. അമേരിക്കക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ തട്ടിപ്പിന് പിന്നിലുള്ള വൻ ഉത്തരേന്ത്യൻ സംഘത്തെയാണ് കേരള പോലീസ് പിടികൂടിയിരിക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു വന്നത്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ഓഫീസാണ്. എന്നാൽ പരിശോധനയിൽ 50ഓളം ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ആദ്യഘട്ടത്തിൽ 18 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 5 പേർ ശുചീകരണ തൊഴിലാളികളാണെന്ന് അറിഞ്ഞതോടെ ഇവരെ വിട്ടയച്ചു. അമേരിക്കൻ പൗരന്മാരായിരുന്നു സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്വകാര്യ ലോൺ ആപ്പുകളിൽ വായ്പയെക്കുറിച്ച് അന്വേഷിക്കുന്നവരുടെ വിവരങ്ങൾ ഇവർ ശേഖരിക്കും. അമേരിക്കൻ ഫിനാൻഷ്യൽ സ്ഥാപനമായ ലെൻജെറ്റിൽ നിന്നും ശേഖരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചാണ് ക്ലയൻറ്റിനെ ഇവർ കണ്ടെത്തുന്നത്. വിവരങ്ങൾ ലഭിക്കുന്നതോടെ വാട്സാപ്പിലൂടെ ഇവർ ഉപഭോക്താക്കളെ സമീപിക്കും. വിശ്വാസ്യത ഉറപ്പാക്കാൻ രേഖകൾ കാണിക്കുകയും സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്യും. തുടർന്ന് ലോൺ അംഗീകരിക്കാൻ 5 മുതൽ 10% വരെ കമ്മീഷനും ഇവർ ആവശ്യപ്പെടും. പണം ലഭിച്ചു കഴിയുന്നതോടെ ബന്ധം അതോടെ അവസാനിക്കും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. സന്ദേശങ്ങൾക്ക് മറുപടിയില്ല. ഇങ്ങനെയായിരുന്നു ഇവരുടെ തട്ടിപ്പിൻ്റെ രീതി. അന്വേഷണത്തിൽ പുറത്തു വന്ന മറ്റൊരു കൗതുകകരമായ വിവരമുണ്ട്. ഈ ഓഫീസിൽ പകൽ സമയത്ത് ആരും ജോലി ചെയ്തിരുന്നില്ല. രാത്രിയിലായിരുന്നു മുഴുവൻ പ്രവർത്തനവും. ജീവനക്കാർക്ക് സമീപത്ത് തന്നെ വാടക വീടുകൾ, ഓഫീസിലേക്ക് എത്താൻ പ്രത്യേക വാഹന സൗകര്യം. ഒന്നാം പ്രതിയുടെ കമ്പ്യൂട്ടറിൽ കണ്ട മുന്നറിയിപ്പ് അന്വേഷണ സംഘത്തെയും ഒന്ന് അമ്പരപ്പിച്ചു. കമ്പ്യൂട്ടറിൽ തുടരുത്, ലംഘിക്കുന്നവരെ വെടിവെക്കും, അതിജീവിക്കുന്നവരെ വേട്ടയാടും. ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഴുതിയിരുന്നു. ജീവനക്കാരെ ഭയപ്പെടുത്താനായിരിക്കാം ഇത്തരമൊരു സന്ദേശമെന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ ഗുജറാത്ത് സ്വദേശി റാണ മഹേഷ് ബാഹിപാർത്തിനെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതിയായ ആകാശ് ദീപ് ചൗധരിക്കായി അന്വേഷണം തുടരുകയാണ്. പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. ഇവർ എന്തുകൊണ്ട് തിരുവനന്തപുരം കേന്ദ്രമായി തിരഞ്ഞെടുത്തു? ദുരൂഹതകൾ ഇനിയും ബാക്കി. തിരുവനന്തപുരം മാത്രമാണോ ഇവരുടെ ലക്ഷ്യം? അതോ മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളുണ്ടോ? അമേരിക്കക്കാർക്ക് പുറമെ ഇന്ത്യൻ പൗരന്മാരും ഇരകളായിട്ടുണ്ടോ? സഹായികളായി മലയാളികളുണ്ടോ? ഇതെല്ലാം പരിശോധിച്ചു വരികയാണ് പോലീസ്.